എനിക്ക് പരിചയമുള്ളൊരു പയ്യനൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഈ ബാഡും എൻ്റെ കൂടും ഒക്കെ ഉണ്ട്. അപ്പോൾ അവൻ ഇത്തിരി കുഴപ്പക്കാരനാണ്, ഇത്തിരി വികൃതിയായിട്ടുള്ള പയ്യൻ, എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി ഉടായ്പാണ്, അവൻ അവിടെ നിന്ന് അടിച്ച് മാറ്റിയായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ നീ ഈ ഫിഞ്ചിനെ എന്ത് ചെയ്യാൻ കൊണ്ടുപോകണം? ഐ എം ഗോയിങ് ടു ഹാവ് ഫൺ. എന്ത് ഫൺ? ഞാനിതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിനെ കൂടെ കളിക്കും, ഇതിനെ കളിപ്പിക്കും, പിന്നെ ഇതിൻ്റെ ഈ തൂവലൊക്കെ പറിച്ചു കളയും. തൂവലൊക്കെ പറിക്കും. എന്നിട്ട് എനിക്ക് മടുത്ത് കഴിയുമ്പോൾ എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്, ആ പൂച്ചക്ക് ഇട്ട് കൊടുക്കും. ഞാൻ അവനോട് ചോദിച്ചേടാ എനിക്ക് തരുമോ? എന്തിന്? ഞാൻ പൈസ തരാം. അച്ഛൻ എന്തിനാണ് ഈ കിളീന് പാട്ട് പാടാൻ റീലെ കാണാനും ഭംഗിയൊന്നുമില്ല, അച്ഛൻ പൈസ കൊടുത്ത് നല്ല കിളികൾ മേടിച്ചാൽ പോരെ. ഇല്ലടാ എനിക്ക് ഈ കിളീനെ മതി. എന്ത് വില വേണം? അവൻ പറഞ്ഞു 500 രൂപ. 500 രൂപയെ? പറ്റുമെങ്കിൽ മതി. അങ്ങനെ ഞാൻ 500 രൂപ കൊടുത്തു. ഞാൻ ഈ കിളീനെ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നറിയാമോ? ഈ കിളീനെ ഫ്രീ ആക്കാനാണ്. പൊക്കോടാ. അതിനെ ഫ്രീ ആക്കി. ഞാൻ ഈ സംഭവം നിങ്ങോട്ട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? വേറൊരു കഥ പറയാനാണ്. ആ കഥയിൽ ഈശോ നോക്കുമ്പോൾ ഡെവിളുണ്ടല്ലോ, നമ്മുടെ ഡെവിള് നിങ്ങളെപ്പോലെയുള്ള കുറേ കുട്ടികളെ ഇതിനേക്കാളും വലിയ കൂട്ടിലിട്ടേക്കാണ്. ഇപ്പോൾ ഈശോ ഡെവിളിനോട് ചോദിച്ചു, എന്തിനാടാ ഇത്? എന്ത് ചെയ്യാൻ പോയിടുന്നു ഈ പിള്ളേരെ? ഈ പിള്ളേരെ ഞാനേ എൻ്റെ സ്വന്തമാക്കാണ്. എന്നിട്ട് ഐ ആം ഗോയിങ് ടു ഹാവ് ഫൺ. എന്ത് ഫൺ? ഞാൻ ഈ കുട്ടികളെ തമ്മിൽ അടുപ്പിക്കും. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഇവർക്ക് പുതിയ വീഡിയോ ഗെയിമുകൾ കൊടുക്കും, വയലൻസിൻ്റെ വീഡിയോ ഗെയിമുകൾ കൊടുക്കും. കുട്ടികൾ ഫുൾ ടൈം അവരുടെ മൊബൈൽ ഇങ്ങനെ കുത്തിയിരിക്കും. അവർക്ക് രാത്രി ഉറക്കമുണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല, തലവേദന. അങ്ങനെ ഈ കുട്ടികളൊക്കെ ഞാൻ മന്ദബുദ്ധികളാക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ ആപ്പൊക്കെ കൊടുത്ത് കുറേ റീൽസൊക്കെ ഇടിയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിപ്പിക്കും. പിള്ളേരാകെ ഡിജക്റ്റഡ് ആവും, തളരും. പിന്നെ അവർക്ക് ഞാൻ പുതിയ ലഹരി വസ്തുക്കൾ കൊടുക്കും. അവർക്ക് സ്റ്റാമ്പ് കൊടുക്കും, അവർക്ക് മിഠായി കൊടുക്കും. അങ്ങനെ ഞാൻ അവരെയൊക്കെ ഉപദ്രവിക്കും, അവരെയൊക്കെ ഞാൻ പിടിച്ച് കൊന്നോളെ. ഈശോ പറഞ്ഞു, എനിക്ക് തന്നൂടെ? എന്തിന്? എനിക്കതാ, വെറുതെ വേണ്ട, വില തരാം. എന്ത് വില വേണം? അപ്പോൾ ഡെവിൾ പറഞ്ഞു, എന്തും തരും. യുവർ ബ്ലഡ് ആൻഡ് ടിയേഴ്സ്. ജീസസ് പറഞ്ഞു തരാം. ആൻഡ് ജീസസ് പെയ്ഡ് ഇറ്റ് ഇൻ ദ ക്രോസ്. നമുക്കൊക്കെ ഫ്രീഡം തരാൻ, നമ്മളീ കൂട്ടിൽ നിന്ന് മോചിപ്പിക്കാൻ, നമുക്ക് ലൈഫ് തരാൻ ജീസസ് തന്നെ ലൈഫ് കുരിശിൽ തന്നു.